നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചെനക്കരയാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക വാവിനെ കുറിച്ചാണ്. കർക്കിടക സംക്രമത്തോടെ ദക്ഷിണായന പുണ്യകാലം ആരംഭിക്കും. അപ്പോൾ ദേവന്മാരുടെ പകൽ അവസാനിച്ച് രാത്രി കണക്കാക്കുന്ന കാലമാണ് ദക്ഷിണായനം. ദേവന്മാരുടെ ഈ രാത്രി വേളകൾ നമ്മെ നയിക്കുന്നത് പിതൃക്കളാണ്. അതിനാൽ ദക്ഷിണായനം പിതൃപ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പിതൃദോഷ ശാന്തി വരുത്തുവാൻ ദക്ഷിണായനം കൂടുതൽ അനുയോജ്യമാണ്. പിതൃദോഷമുള്ളവർ ദേവപ്രീതിക്കായി ചെയ്യുന്ന മിക്ക നേർച്ചകളും വഴിപാടുകളും പൂർണ്ണമായ ഫലം ലഭിക്കാറില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും അധോഗതികളും അവരെ പിന്തുടരുകയും ചെയ്യും. പൊതുവെ പിതൃദോഷം കുലനാശം വരുത്തുമെന്നാണ് വിശ്വാസം. ഈ ദോഷത്തെ ഒഴിവാക്കാനായി പിതൃപ്രീതി ലഭിക്കുവാൻ ആണ്ടുതോറും നാം ഏകാദിഷ്ടമായ ശ്രാദ്ധം മൂട്ടുന്നു. പ്രസിദ്ധമായ ഒരു ദിവസമാണ്. ആ ദിവസം ഒന്നെങ്കിൽ നക്ഷത്രമോ അല്ലെ തിഥിയോ നോക്കിയാണ് ശ്രാദ്ധദിനം നിർണയിക്കുന്നത്. പലപ്പോഴും അത് കൃത്യമായി നടക്കാറില്ല. അവിടെയാണ് വാവുബലിയുടെ പ്രാധാന്യം. അമാവാസികളിലാണ് വാവുബലി ഇടേണ്ടത്. ഇതിൽ ഏറെ ശ്രേഷ്ഠം കർക്കിടക അമാവാസിയാണ്. അതിനൊരു കാരണവുമുണ്ട്. ദുഷ്ടകർമ്മങ്ങളാൽ മോക്ഷം ലഭിക്കുന്നതിന് മോക്ഷം ലഭിക്കാത്ത പരേതാത്മാക്കൾക്ക് ശാന്തി തേടി ഭൂമിയിലെത്തുന്ന ദിവസമാണ് ഈ ദിനം എന്ന് കരുതപ്പെടുന്നു. ആ ദിവസം നടത്തപ്പെടുന്ന പിതൃതർപ്പണം ഒരു പിതൃവിന് മാത്രമല്ല, പകരം എല്ലാ പൂർവികർക്കും വേണ്ടിയാണ്. കർക്കിടക അമാവാസിക്ക് നാം ദേവസ്ഥാനങ്ങളോട് അനുബന്ധിച്ചുള്ള തീർത്ഥ സ്നാനങ്ങളിൽ പോയി ആണ് നമ്മളുടെ ഉത്തമനായ ഒരു പുരോഹിതനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എള്ളും പൂവും ചന്ദനവും മറ്റും നീരിൽ ചേർത്ത് സൂചനയിലെ പിണ്ടത്തിൽ സമർപ്പിച്ച് പിതൃകർമ്മം ചെയ്യുമ്പോൾ ദേവസാന്നിധ്യം ദേവയജ്ഞം കൂടി ചേർന്ന് പിതൃയജ്ഞം സാഫല്യമാകും. ഇങ്ങനെ പിതൃക്കൾ തൃപ്തരായാൽ സന്താനഭാഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി, കാര്യവിജയം, ആപത് നിവാരണം, മനസ്സുഖം, അപമൃത്യു, ദോഷശാന്തി, രോഗശമനം തുടങ്ങി സർവ്വ ഐശ്വര്യങ്ങളും കൈവരുമെന്ന് പറയും. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ അമാവാസിയെക്കുറിച്ച് 3-ാം തീയതി 4-ാം തീയതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിവസങ്ങളുടെയൊക്കെ ഇങ്ങനെ കലണ്ടറുകളിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ശരിക്കും ഈ വർഷം അമാവാസി ആചരിക്കേണ്ടത് ആഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. കാരണം ആഗസ്റ്റ് മാസം 3-ാം തീയതി അമാവാസി ആരംഭിക്കുന്നത് ആഗസ്റ്റ് മാസം 3-ാം തീയതി അമാവാസി ആരംഭിക്കുന്നത് തന്നെ അന്ന് ഉച്ചയ്ക്ക് 3 മണി 55 വരെയാണ്. 3 മണി 55 വരെ അന്ന് ചതുർദശിയാണ്. ചതുർദശിക്ക് ശേഷമാണ് അമാവാസി ആരംഭിക്കുന്നത്. 3-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി 55 വരെ ചതുർദശിയും അതിനുശേഷമാണ് അമാവാസി ആരംഭിക്കുന്നത്. അപ്പോൾ അമാവാസി തൊട്ടടുത്ത ദിവസം, അതായത് 4-ാം തീയതി വൈകിട്ട് 4 മണി 47 വരെയുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും അമാവാസി വരുന്നത് ഈ വർഷം 4-ാം തീയതിയാണ്. അപ്പോൾ അത് ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ സർക്കുലർ കണ്ടത് 3-ാം തീയതി ആണ്. സാധാരണ അത് ആചരിക്കപ്പെടുന്നത് അമാവാസിയിലാണ്. അമാവാസി തുടങ്ങുന്നതിന് 3-ാം തീയതി ഉച്ചയ്ക്ക് 3:55 ഉള്ളൂ.
അപ്പം ഉച്ചയ്ക്ക് 3:55 കഴിഞ്ഞാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 4-ാം തീയതി വൈകിട്ട് 4:25 വരെ ഓളവും അമാവാസിയുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും എടുക്കേണ്ടത് അതാണെന്നാണ്. അങ്ങനെയാണ് കാര്യം. അമാവാസിക്കാണ് ഈ കർക്കിടക വാവിന് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ അമാവാസി എടുക്കുമ്പോൾ ഈ അമാവാസിയുടെ കർമ്മങ്ങൾ ആചരിക്കേണ്ടതും അമാവാസി ദിവസം പൂർവികരെ ആദരിക്കാൻ നമ്മൾ കടൽ തീരത്തും പുഴയോരത്തും ഒക്കെ പോയി അതിൻ്റെ ഗ്രഹത്തിലും ഒക്കെ വെച്ചും ഇത് ചെയ്യുന്നു, ബലിതർപ്പണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ശരിയായി എടുക്കേണ്ടത് ഈ ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി എന്ന് പറയുന്ന ഈ കർക്കിടക വാവ് ആരംഭിക്കുന്നത് തന്നെ 3-ാം തീയതി ഉച്ചയ്ക്ക് 3:55 ശേഷമാണ്. അപ്പം 4-ാം തീയതിയാണ് പൂർണ്ണമായിട്ടും കർക്കിടക വാവ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.